ഓണോത്സവം അത് തൃക്കാക്കരയിലാണ് ഉള്ളത്. 10:30 ഓണസദ്യ തുടങ്ങും. അതാണ് ഹൈലൈറ്റ്. എന്തായാലും തൃക്കാക്കരയിൽ നിന്ന് സജോ ദേവസിയാണ് നമുക്കൊപ്പം ചേരുന്നത്. സജോ, ഗുഡ് മോർണിംഗ്, ഒപ്പം ഹാപ്പി ഓണം. എന്തായി ഓണം? വെരി ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും ഓണാശംസകൾ. സജോ, തൃക്കാക്കരയിൽ ഞങ്ങൾ പറയുന്നത് ഈ ഷോ കഴിയുമ്പോഴത്തേനും ഒരു 10:30 ഓണസദ്യ തുടങ്ങുമല്ലോ അല്ലേ? ഉറപ്പായും. അതായത് തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടുത്തെ പ്രത്യേകത അറിയാലോ, വാമനമൂർത്തി ക്ഷേത്രം എന്നുള്ള പ്രത്യേകത മഹാവിഷ്ണുവിന്റെ അവതാരം എന്നുള്ള നിലയ്ക്ക് മാത്രമല്ല, ഇവിടുത്തെ പ്രത്യേകത അതായത് മഹാബലിയെ സ്വീകരിക്കുക എന്നൊരു കൺസെപ്റ്റ്. അതായത് തിരുവോണ നാളുകളിൽ ഉത്സവം നടക്കുന്ന ക്ഷേത്രമാണ്. ഇപ്പോൾ ഇവിടെ ദൃശ്യങ്ങളിൽ കണ്ടാൽ മഹാബലി ആസ്ഥാനം എന്ന് എഴുതി വെച്ചിരിക്കുന്നത് കാണാം. മഹാബലിയെ സ്വീകരിക്കുക, അതായത് വിശ്വാസപരമായ ഒരുപാട് പ്രാധാന്യം, ഐതിഹ്യം, പുരാണപരമായും അങ്ങനെ വിശ്വാസപരമായും ആചാരപരമായും കേരളത്തിലെ തിരുവോണ ദിവസം ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രമായാണ് വാമനമൂർത്തി ക്ഷേത്രം കരുതപ്പെടുന്നത്. ഇവിടെ ഉത്സവം നടക്കും. തിരുവോണ സദ്യ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ഈ പറയുന്നത് പോലെ മഹാബലി ആസ്ഥാനം എന്ന നിലയ്ക്ക് പ്രതീകാത്മകമായുള്ള സ്ഥലം, അവിടെ മഹാബലിയെ വരവേൽക്കുക എന്നതാണ്. ഒപ്പം വാമനമൂർത്തി എന്ന മഹാവിഷ്ണുവിന്റെ അവതാരം എന്ന നിലയ്ക്കാണ് പരിഗണിക്കപ്പെടുക. ഒരു മഹാദേവ ക്ഷേത്രവും ഉൾപ്പെടെ അങ്ങനെ പലതരത്തിലുള്ള പ്രാധാന്യമുണ്ട് ഉത്സവം എന്ന നിലയ്ക്കും. ഒപ്പം സദ്യയിൽ പങ്കെടുക്കുക, ഇവിടെ ക്ഷേത്ര ദർശനം നടത്തി തിരുവോണനാളിന്റെ ഭാഗമാവുക എന്ന് കരുതി ഇങ്ങോട്ടേക്ക് എത്തുന്ന ആയിരക്കണക്കിന് ഭക്തരുണ്ട്. നമുക്ക് ഈ ദൃശ്യങ്ങളിലേക്ക് പോയാൽ അനേകം ആളുകളെ നമുക്ക് ഈ അതെ ഇത് ദർശനത്തിനായുള്ള ക്യൂ ആണ്. സദ്യയിലേക്കൊക്കെയുള്ള സദ്യ ഉദ്ദേശിച്ചായിരിക്കും ആ ചോദിച്ചത് എന്ന് ഞാൻ കരുതുന്നു. അങ്ങനെയല്ല. അപ്പോ ഇത് ദർശനത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന അനേകം ആളുകളെ നമുക്ക് ഇവിടെ കാണാം. അപ്പൊ അവരോടൊക്കെ നമുക്ക് ചോദിക്കാം, ഹാപ്പി ഓണം. ഹാപ്പി ഓണം. രാവിലെ വരിക, ഇവിടെ ദർശനം നടത്തുക. ഇവിടുന്നാണോ സദ്യ? അല്ലല്ല, വീട്ടിൽ പോയ സദ്യ. ഓണാശംസകൾ. എവിടുന്ന വരുന്നത്? ഇവിടെ അടുത്ത് തന്നെയാണ് വരുന്നത്. ഇപ്പൊ രാവിലെ ഇവിടെ ദർശനം നടത്തുക, ഇനി പോയിട്ട് ദർശനത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന നൂറുകണക്കിന് ആയിരക്കണക്കിന് ഭക്തർ ഇങ്ങോട്ടേക്ക് സാധാരണ ഇവിടുത്തെ ഒരു സവിശേഷതയാണ് ഇവിടെ വരിക. അതായത് ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകത നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ഇവിടെ ഉത്സവം കൂടിയാണ് ശരിക്കും ഈ തിരുവോണ നാളുകളിൽ നടക്കുക എന്നതാണ് അതിന്റെ ഒരു സവിശേഷമായ കാര്യം. അപ്പൊ ഇവിടെ വന്നാലാണ് ശരിക്കും ഓണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആചാരപരമായ അല്ലെങ്കിൽ വിശ്വാസപരമായ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഉത്സവത്തിന്റെ ഭാഗമായൊക്കെ ഇവിടെ ആളുകളെ കാണാം. ഇവിടെ അതൊരു സർപ്പക്കാവാണ്. അങ്ങനെയുള്ള കാവുകളും ഒക്കെ ചേർന്ന, അതായത് ഈ ആചാരപരമായ പല പ്രത്യേകതകൾക്കുണ്ട്. അവിടെയും ഉള്ളുവൻപാട്ടടക്കമുള്ള ആളുകൾ ഇങ്ങനെ നമുക്ക് പോയാൽ പല സ്ഥലങ്ങളിൽ നിന്നാണ് കേട്ടോ. എറണാകുളം ജില്ലയുടെ വിവിധ ദേശങ്ങളിൽ നിന്ന് ആളുകൾ ഇങ്ങോട്ടേക്ക് പല സമയങ്ങളിലായി പരമാവധി നേരത്തെ ഇവിടെ വന്ന് ദർശനം നടത്തുക. ഇവിടുത്തെ ഓണാകുമ്പോ പിന്നെ സദ്യയാണല്ലോ പ്രധാനം. തൃക്കാക്കരയിലെ സദ്യ ഉണ്ടെന്നുണ്ടോ? ക്യൂ നിൽക്കണം. ഇപ്പോഴേക്കും ഇട്ടിട്ട് വേണം. അതെ, ഇപ്പൊ നിന്നാ വൈകിട്ടുണ്ടാം. അതെ അത് അത്ര എളുപ്പമല്ല, അത്രയധികം ആളുകൾ. അപ്പൊ ഓണാശംസകൾ. നടത്തി നേരെ വീട്ടിലേക്ക് വീട്ടിലാണ് സദ്യ. ഇവിടെ തന്നെ അടുത്തുള്ള ആൾക്കാരൊക്കെ തന്നെയാണ്. എല്ലാ കൊല്ലവും ഞങ്ങൾ വരും. ആദ്യം ഇവിടെ ദർശനം, പിന്നെ സദ്യ ഒരുക്കൽ, മറ്റു വീട്ടിലെ ആഘോഷം. അതെ. അപ്പൊ ഞങ്ങളുടെ വക ഓണാശംസകൾ. അപ്പൊ അതാണ് അവിടെ ആളുകളൊക്കെ ഇത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഓണാശംസകൾ. ദർശനം നടത്താൻ വീട്ടിൽ പോവാ, സദ്യ അങ്ങനെയാണോ? സദ്യ വീട്ടിലാണ്, കുട്ടികളെല്ലാരും കൂടി. അപ്പൊ ഇവിടെയും സദ്യ ഉണ്ട് ശരിക്കും കേട്ടോ. അപ്പൊ അത് ആളുകൾ ഇവിടുത്തെ നമുക്കറിയാലോ, ഒരുപാട് ആളുകൾ വിവിധ സ്ഥലങ്ങളിൽ നിന്നെത്തും. അപ്പൊ ഇച്ചിരി കാത്തു നിന്ന് ബുദ്ധിമുട്ടും. എന്നാലും ഇവിടെയുള്ള അധികൃതരൊക്കെ പറയുന്നത് പരമാവധി ഇവിടെ എത്തുന്ന സജോ, ഈ 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഓണാഘോഷമാണ് തൃക്കാക്കരയിൽ. ശ്രമിക്കും എന്നാണ്. അപ്പൊ ഈ സദ്യക്കൊപ്പം തന്നെ ഈ വൈകിട്ട് തനത് കലാരൂപങ്ങള്, കഥകളി, അങ്ങനെ നൃത്തരൂപങ്ങളൊക്കെ ഇല്ല, കലാരൂപങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു വൈകിട്ട് ക്ഷേത്രത്തില്. ഉറപ്പായും. അതായത് മലയാളികൾക്കെല്ലാം അത്തം മുതൽ 10 ഓണമാണല്ലോ. അങ്ങനെ ആ ഓണാഘോഷം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം. കാരണം ഇവിടെ ഉത്സവം നടക്കുന്നു, വിവിധങ്ങളായ പ്രത്യേകതകളുണ്ട്. അതായത് ഇവിടെ ഇതേ കോമ്പൗണ്ടിൽ തന്നെ ആ മഹാദേവ ക്ഷേത്രമുണ്ട്. അവിടുത്തെ ആചാരങ്ങൾ, അങ്ങനെ ഉത്സവങ്ങൾ, വിവിധ കാവുകൾ, ഇപ്പോ ആന എഴുന്നള്ളിപ്പ് അടക്കം, അങ്ങനെ സദ്യ എന്ന് തുടങ്ങി ഇവിടുത്തെ നിരവധിയായ സവിശേഷതകളുണ്ട്. അതിന്റെ ഭാഗമാവുക എന്ന് പറയുന്നത് അതിനുവേണ്ടിയാണ് കൂടുതൽ ആളുകൾ. നമുക്ക് ഇങ്ങനെ ഈ ക്യൂ ഇങ്ങനെ നീണ്ടു പരന്ന് കിടക്കുന്നതാണ്. അത്രയധികം ആളുകൾ, അതായത് അവരുടെ ഒരു പ്രധാനപ്പെട്ട ഈ എറണാകുളം ജില്ലയുടെ വിവിധ ദേശങ്ങളിൽ നിന്ന് അതാണ് ആ വരി ഇങ്ങനെ നീണ്ടു കിടക്കണം. ഞാൻ വിചാരിച്ച ആര് ചോദിച്ച പോലെ ഇനി ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ക്യൂ ആയിരുന്നു എന്നുള്ള ആദ്യഘട്ടത്തിൽ. 10:30 സദ്യ തുടങ്ങുമ്പോൾ ഇത്തവണ എനിക്ക് തോന്നുന്നു 50,000-ഓളം ആൾക്കാരെ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്.